Oof. Hi, this is me, Sabil Shah, an actor from Kerala. Welcome back to the life of a struggling actor in Kerala. ഇനി രണ്ടാമത്തെ വെറൈറ്റി റിജക്ഷൻ. ഞാൻ അങ്ങനെ ഓഡീഷൻസിന് അറ്റൻഡ് ചെയ്യാൻ പോലും കാസ്റ്റിംഗ് കോൾ കാണലും അതിനൊക്കെ അയക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ അയച്ചു. അവരെനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ മെയിലും തിരിച്ചയച്ചു. എന്നിട്ട് പറഞ്ഞ് സെലക്ട് ആയിട്ടുണ്ട്, നമുക്കൊന്ന് രണ്ടാമത്തെ ഒരു ഓഡീഷൻ പോലെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി വരണം എന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ച് അപ്പോൾ ഒരു അറൗണ്ട് ഒരു 30 അല്ല, ഒരു 35 to 40 റേഞ്ചിലുള്ള ഒരു പുള്ളിയായിരുന്നു സംസാരിച്ചത്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞ് സബിലെ സെലക്ട് ആയിട്ടുണ്ട്, അപ്പോൾ ഒന്നും കൂടി ഓഡീഷന് വേണ്ടി വരേണ്ടി വരും ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഇലാബറേറ്റ് ചെയ്തിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്, ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് കാര്യങ്ങളും, ഇപ്പോൾ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന എത്ര പേര് വന്നിട്ടുണ്ട് ഇങ്ങനെ ഓഡീഷനിൽ നിന്ന് എന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല രീതിക്ക് കുറച്ചൊരു അരമണിക്കൂറൊക്കെ സംസാരിച്ചു. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് അവസാനം പറഞ്ഞു, സബിലെ നാളെ ഓഡീഷന് വരുമ്പോൾ ഒരു 10,000 രൂപയും കൂടി കൊണ്ടുവരണം, അടുത്തത് വീണ്ടും പൈസ. അപ്പോൾ ഞാൻ വെച്ച് സാർ എന്തിനാണ് ഈ 10,000 രൂപ? അല്ല, സബീലിനൊരു ഓൾമോസ്റ്റ് ആ റോള് സബീലിന് തന്നെ കിട്ടിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വന്ന് നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കേണ്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സബീലിന് ആ റോള് ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എമൗണ്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എന്തിന് കാശ് കൊടുത്തിട്ട് ആണോ ഈ റോൾസുകൾ ഇങ്ങനെ ഓരോരുത്തർക്കും കിട്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ആയിട്ടുള്ളത്? ഓരോരുത്തരുടെ അഭിനയം കണ്ടും അവരുടെ സ്കിൽസ് കണ്ടിട്ടല്ലേ നമ്മൾ അതിലോട്ട് കാസ്റ്റ് ചെയ്യുക. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗ്, സബിലെ എന്ത് പരിപാടിയാണ് ഈ കാണിക്കണേ? എത്ര പേരാണ് ഒരു റോളിന് വേണ്ടി കഷ്ടപ്പെടണേ? ആ റോളിലോട്ടാണ് സബീലിനെ ഞാൻ സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ അതെന്തിനു വെറുതെ ഇങ്ങനെ ഇല്ലാണ്ടാക്കി കളയണേ? 10,000 രൂപയല്ലേ ചോദിച്ചുള്ളൂ, 1,00,000 രൂപ ഒന്നും ചോദിച്ചില്ല. പക്ഷെ എനിക്ക് ആ കാശ് വലുതായിരുന്നു. ഞാൻ തകിടം മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുന്ന സമയമാണ്, 10 പൈസ ഇല്ലാത്ത സമയമായിരുന്നു എൻ്റെ അടുത്ത്. ആ സമയത്ത് 10,000 രൂപ വിട്ട് 1,000 രൂപ എനിക്ക് വലുത് തന്നെയായിരുന്നു. അപ്പം എൻ്റെ ഇല്ലാന്ന് പറഞ്ഞു. പുള്ളി എന്നോട് നല്ല രീതിക്ക് ഷൗട്ട് ചെയ്ത്, നീ ഒന്നും എവിടെ എത്താൻ പോകണമെന്നില്ല, ഒരു 10,000 രൂപ ചോദിച്ചാൽ പോലും തരാത്ത നിന്നൊക്കെ ആര് സിനിമയിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ടോക്സ് ആയിരുന്നു. ലാസ്റ്റ് പുള്ളി ഫോം വെച്ച് പോയി. എനിക്ക് കിട്ടുന്ന മൊത്തം ഇങ്ങനത്തെ ഉഡായിപ്പ് പരിപാടികൾ മാത്രമാണ് കൂടുതലും കിട്ടിയിരുന്നത് ആദ്യത്തെ സമയത്തൊക്കെ. എന്നിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കാസ്റ്റിംഗ് കോളിൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കേണ്ട കാസ്റ്റിംഗ് കോൾ, അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടപ്പോൾ അതിലോട്ട് തന്നെ അയച്ചു. ഏകദേശം ആ ഒരു മോഡൽ പോലെ തന്നെ എനിക്ക് തോന്നി. വീണ്ടും സെയിം എക്സാക്റ്റ് രീതിയിൽ തന്നെ റിപ്ലൈ മെയിൽ എനിക്ക് കിട്ടി, ആ സെയിം രീതിയിൽ തന്നെ, ആ നമ്പറും സെയിം, ആ പേരും സെയിം ഒക്കെ. അപ്പം ഞാൻ ഒന്നും കൂടി വിളിച്ചു നോക്കാമെന്ന് വെച്ച് അങ്ങനെ ഒന്നും കൂടി വിളിച്ചു നോക്കി. പുള്ളിക്ക് എന്നെ മനസ്സിലായിട്ടില്ല. അതേ സ്ട്രാറ്റജിയിലായിരുന്നു പുള്ളി പോയിക്കൊണ്ടിരുന്നത്, എന്നോട് സംസാരിച്ചതും കാര്യങ്ങളും പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നിട്ട് പുള്ളിയോട് പുള്ളിയെടുത്തൊരു കാര്യം ചോദിച്ചു, എടോ ഉളുപ്പില്ലേടോ, വല്ല പണിയെടുത്ത് ജീവിച്ചുകൂടെ, ഇങ്ങനെ ആൾക്കാരെ പറ്റി ജീവിക്കണമെന്ന് പറഞ്ഞു. പുള്ളി അങ്ങോട്ട് ചീത്ത പറയാൻ വീണ്ടും തുടങ്ങിയപ്പോൾ ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് പോയി. അതായിരുന്നു രണ്ടാമത്തെ വെറൈറ്റി ഒരു റിജക്ഷൻ എന്ന് പറയാൻ പറ്റൂല, ഒരു വെറൈറ്റി ഒരു അനുഭവം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ആക്ടിങ്ങിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഉള്ള ഒരു വെറൈറ്റി ഒരു അനുഭവം അതായിരുന്നു. വാ, ഞാനിപ്പോൾ പറയാൻ പോണ റിജക്ഷന് എനിക്ക് കുറച്ചധികം എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എന്നെ ഇത്തിരി നല്ലോണം എനിക്ക് വേദന തോന്നിയിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ്. എനിക്കൊരു ഓഡീഷൻ സെറ്റായി, ഒരു ക്ലോസ് ഓഡീഷൻ ആയിരുന്നു. അതിലൊരു 10-25 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 3 പേജിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് തന്നു. ഓക്കെ, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. ലൈക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഓരോ മൂഡ് അനുസരിച്ച് ആ ഇമോഷൻ സ്വിച്ച് ചെയ്യണ ഒരു രീതിയിലുള്ള ക്യാരക്ടറാണ്. ആ ഒരു ഒറ്റ ക്യാരക്ടർ പ്ലേ ചെയ്ത് തന്നെ പല ക്യാരക്ടേഴ്സ് വന്നു പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അത് വല്ലാത്തൊരു ഒരു ആക്ടറിന് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു സംഭവമായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അത് 3 പേജ് ഇരുന്ന് പ്രിപ്പറേഷൻ ചെയ്ത് അതിനുശേഷം ഉള്ളിലോട്ട് പോയപ്പോൾ ഒരു ജഡ്ജസ് ഇരിക്കാനുണ്ടായിരുന്നു, ഒരു 5 പേര് ഏകദേശം ഇരിക്കാനുണ്ടായിരുന്നു. ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ്, അസോസിയേറ്റ്സ്, അങ്ങനെ കുറച്ച് പേര് ഇരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പെർഫോമൻസ് ചെയ്ത് അവർക്ക് എൻ്റെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ക്ലാപ്പ് അടിച്ച്. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു അപ്രീസിയേഷൻ ആയിരുന്നു അത്. നല്ല രീതിക്ക് എന്താണ് നമ്മളെ ബൂസ്റ്റ് ചെയ്യണ ഒരു സംഭവമായിരുന്നു. നമ്മുടെ പെർഫോം കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും അതിന് അനുമോദിക്കുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് വിശ്വാസമായി ഇത് ഏകദേശം എനിക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന് തോളിൽ തട്ടി, എടാ കൊള്ളാടാ,
അടിപൊളിയായിട്ടുണ്ട് ചെയ്തത്, ഇതെന്തായാലും എനിക്ക് ഉറപ്പായിട്ട് എന്തായാലും കിട്ടും, സെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ആ ഒരു സന്തോഷം അങ്ങോട്ട് ഏറി അങ്ങോട്ട് വന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് അടുത്ത ദിവസം ഞാൻ പുള്ളീനെ വിളിച്ചു, ബ്രോ എന്തായി, സംഭവം സെറ്റല്ലേ, ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചൊരു സൈലൻസിന് ശേഷം പുള്ളീനോട് പറഞ്ഞു, എടാ ആ ചാൻസ് പോയി എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ കെയർ ഓഫിൽ വേറൊരു പുള്ളീനെ കയറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ അവസരം പോയി എന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഓഡീഷൻ ചെയ്ത് നമ്മുടെ സ്കിൽസ് എല്ലാം കാണിക്കാൻ ഒരു വേദി കിട്ടിയത് കാണിച്ച് എല്ലാവരുടെ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടും ആ ചാൻസ് നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തകർന്ന് പോകുന്ന രീതിയിലുള്ളൊരു വിഷമം തന്നെയാണ്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞ്, എടാ ഇതിങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ നമ്മൾ അഭിനയിച്ച് അത് തിയേറ്ററിലെത്തി റിലീസ് ആവണ വരെ നമ്മളെ തന്നെ തിയേറ്ററിൽ ആ സ്ക്രീനിൽ കാണുന്ന വരെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ ആ സിനിമയിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഓഡീഷൻ കഴിഞ്ഞ് സെലക്ട് ആയി എന്ന് പറഞ്ഞാലും നമ്മൾ അത്രക്ക് ഹാപ്പി ആവണ്ട, നമ്മളത് അത്രക്ക് കിനാവുകൾ കാണണ്ടെന്ന് പുള്ളി പറഞ്ഞു. ആ ഒരു പാഠം ഞാൻ അന്ന് പഠിച്ച്. ഇപ്പോൾ ഒരു കാസ്റ്റിങ്ങിൽ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഓക്കെ ഹാപ്പി ആവാം, എങ്കിൽ പോലും നമ്മൾ അത്രയും ഓവറായിട്ട് ഹാപ്പി ചെയ്ത് കുറേ കിനാവുകൾ കണ്ട് നമ്മൾ കൂട്ടിയിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ കൈവിട്ട് പോവാം, അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ഔട്ടായി പോവാം, അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്ന്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് പഠിക്കാൻ എനിക്ക് പറ്റി. അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു റിജക്ഷൻ. നമ്മളുടെ ഈ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ആഗ്രഹങ്ങൾ വെച്ച് പലരും നമ്മളെ യൂസ് ചെയ്യും. ഇത്തരം കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ ഇത്തരം ചതികൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് ഏറ്റവും നല്ലത്. നമുക്ക് എല്ലാ ദിവസവും കോൺഫിഡൻസ് ഉണ്ടാവും, ഹോപ്പ് ഉണ്ടാവും, ഫുൾ ഓൺ എനർജിയിലായിരിക്കും. അങ്ങനെ ഒരു തേങ്ങാകൊലില്ല. ചില ദിവസം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഹോപ്പ് ഉണ്ടാവില്ല, എനർജിയിൽ ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും വേണ്ട ഒരു കാര്യമുണ്ട്, കൺസിസ്റ്റൻസി ആയിട്ട് നമ്മളുടെ ആഗ്രഹത്തിന് വേണ്ടി എല്ലാ ദിവസവും പണിയെടുക്കാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. നമുക്ക് ഓരോ ദിവസം നമ്മൾ അതിനു വേണ്ടി എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രോഗ്രസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലൈഫിൽ. ഇത്രയും വർഷമായിട്ടും ഞാനിപ്പോൾ ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു, ഇതിനു വേണ്ടി പിന്നാലെ നടക്കുന്നു. എനിക്കും എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റെ ലൈഫിൽ പ്രോഗ്രസ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഹാപ്പിയാണ്. എപ്പോഴും നമ്മൾ സ്റ്റിക്ക് ഓൺ ഒരു സെയിം രീതിയിൽ തന്നെ നിൽക്കുമ്പോഴാണ് പ്രശ്നം വരാം. നമ്മൾ പണിയെടുക്കുക, അതിനുവേണ്ടി കഷ്ടപ്പെടാം, അല്ലാതെ ഓക്കെ എല്ലാം ഈസി ആയിരിക്കും എന്നും പറഞ്ഞ് നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് എല്ലാം നമുക്ക് വന്നു ചേരും എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ പണിയെടുക്കുക, നമ്മൾ ആഗ്രഹത്തിന് വേണ്ടി പിന്നാലെ നടക്കുന്നതിനനുസരിച്ച് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം എല്ലാ കാര്യങ്ങളും നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ എൻ്റേതായ ഇത്തിരി വെറൈറ്റി റിജക്ഷൻസ് ആണ് നിങ്ങൾ കേട്ടത്. ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത്. സോ ലൈഫ് ഓഫ് എ സ്ട്രഗ്ലിംഗ് ആക്ടർ ഇൻ കേരള എപ്പിസോഡ് 3 ഇവിടെ കഴിയുന്നു. വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. സോ സബീൽ തുടരും, കൂടെ നിങ്ങളുണ്ടാവണം. ബൈ. സബീൽ തുടരും, കൂടെ നിങ്ങളുണ്ടാവണം. ബൈ.